ഹായ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഫസ്റ്റ് സെമസ്റ്ററിലെ AC2 മലയാളത്തിലെ BA-കാരുടെ വില്ലുവണ്ടി എന്ന കഥയെക്കുറിച്ചാണ്. വില്ലുവണ്ടി കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ മൊത്തമായിട്ടുള്ള കഥ പറഞ്ഞു തന്നിട്ടില്ല. അതേപോലെ അതിൻ്റെ ആശയം, അല്ലെങ്കിൽ അതിനകത്തുള്ള സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഒന്നും തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കഥയുടെ വിഷയം എന്താണ് എന്നുള്ളത് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ രേഖയെക്കുറിച്ചും അവരുടെ കഥകളെക്കുറിച്ചും പിന്നീട് ഈ വില്ലുവണ്ടി എന്ന കഥയും അതിൻ്റെ ആശയങ്ങളും ഒക്കെ തന്നെ ഒന്ന് നോക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു കഥ തന്നെയാണ് ഇത്. പെട്ടെന്നൊന്ന് കേട്ട് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കേട്ടോ, കമൻറ്റും അറിയിക്കുക. രേഖയുടെ പല കഥകളും സാമൂഹ്യ വിമർശനത്തിൻ്റെ കഥകളാണ്. വില്ലുവണ്ടി എന്ന കഥ പേരുകൊണ്ട് ചരിത്രമാനം നൽകുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ, നവോത്ഥാന പ്രവർത്തനങ്ങളുടെ കാലത്ത് അയ്യങ്കാളി നടത്തിയ വില്ലുവണ്ടി യാത്ര ഒരു നവീകരണ പ്രതിഷേധ മുന്നേറ്റമായി തന്നെ നമ്മൾക്കറിയാമല്ലോ. അതായത് വില്ലുവണ്ടി സമരമൊക്കെ നടത്തിയത് അതേപോലെയുള്ള ഒരു മുന്നേറ്റമായിട്ട് തന്നെയാണ് വില്ലുവണ്ടി എന്നുള്ള ഒരു പേര് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വില്ലുവണ്ടി എന്ന കഥയ്ക്കും ഇത്തരത്തിൽ ആ ചരിത്ര മുന്നേറ്റത്തിൻ്റെ ധ്വനികളുണ്ട്. ഉമാബാലൻ എന്ന ഒരു പൊതുപ്രവർത്തകയുടെ ചില ജീവിത മുഹൂർത്തങ്ങളിലൂടെയാണ് ഈ കഥ ആവിഷ്കരിക്കപ്പെടുന്നത്. ഉമാബാലൻ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവർ പഠിച്ച സർവകലാശാലയിൽ അവരുടെ സഹപാഠികളും അധ്യാപകരും ഒന്നിക്കുകയാണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന അവരുടെ പ്രധാന അധ്യാപകൻ്റെ റിട്ടയർമെൻറ്റ് ചടങ്ങിൽ. അപ്പോഴും തൻ്റെ കൂടെ ആദ്യം പഠിച്ച കുട്ടികൾക്കും വീണ്ടും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് വീണ്ടും അവൾക്ക് മനസ്സിലാവുന്നത്. ആ ഒരു എന്ത് മാറ്റമാണ് എന്നുള്ളത് നമ്മൾക്ക് പിന്നീട് പറയാം. ആ ഒരു മാറ്റവും അല്ലെങ്കിൽ ആ ഒരു വിഷയവുമാണ് ഈ ഒരു വില്ലുവണ്ടി എന്ന കഥയിൽ പ്രധാനമായിട്ട് വരുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇന്നും മാറിയിട്ടില്ലാത്ത സമ്പന്നരുടെ മനോഭാവം, അതേപോലെ തന്നെ വംശീയവും ജാതീയവുമായിട്ടുള്ള മുൻവിധികളും, ഇത് രണ്ടും നമ്മുടെ സമൂഹത്തിലുള്ളതുപോലെ തന്നെ ഏതൊരു ക്ലാസ്സിലും ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു കഥയിൽ പറയുന്നത്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സുകളിലുണ്ട് അല്ലാതെ ഈ ഒരു കഥയിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഓരോരോ എവിടെയെങ്കിലും ഒക്കെ തന്നെ നമ്മളിപ്പോൾ പഠിക്കുന്ന സ്ഥലത്ത് നമ്മൾക്ക് ഉണ്ടാവില്ല, നമ്മളെ അടുത്തിരിക്കുന്ന കുട്ടി ഏത് ജാതിയിലാണ് മതത്തിലാണ് എന്നുള്ളത് നമ്മൾ ഓർക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അവന് പൈസ ഉണ്ടോ പൈസ ഇല്ലേ എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവില്ല. പക്ഷേ ഈ ഒരു കഥയിൽ അതെല്ലാം തന്നെ വരുന്നുണ്ട്. അങ്ങനെ സാമ്പത്തികമായിട്ട് പുറകോട്ട് നിൽക്കുന്ന കുട്ടിയെ, അല്ലെങ്കിൽ ജാതിയിലെ ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന കുട്ടിയെ ഇവിടെ അംഗീകരിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്നും മാറിയിട്ടില്ലാത്ത സമ്പന്നരുടെ മനോഭാവവും വംശീയവും ജാതീയവുമായ മുൻവിധികളും ക്ലാസ് റൂമിലും ഉണ്ടായിരിക്കുന്നതായും, ഇന്ന് തൻ്റെ സുഹൃത്തുക്കൾ ഏറെ കാലത്തിന് ശേഷം തമ്മിൽ കാണുമ്പോൾ വളരെ നല്ല ഒരു ബന്ധവും അതേപോലെ തന്നെ സ്വീകരണവും മുമ്പത്തേക്കാൾ നിന്നും വ്യത്യസ്തമായി ഉണ്ടാവുമെന്ന് ഉമ കരുതിയാണ് ഈ ഒരു ഗെറ്റ് ടുഗദറിന്, അതായത് തൻ്റെ പ്രധാന അധ്യാപകൻ്റെ റിട്ടയർമെൻറ്റ് ചടങ്ങിൽ അല്ലെങ്കിൽ ഗെറ്റ് ടുഗദറിന് വേണ്ടിയിട്ട് എത്തിയിരുന്നത്. പക്ഷേ അവയ്ക്ക് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല എന്ന് ഇതിലൂടെ അവൾ മനസ്സിലാക്കുകയാണ്. അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ, അതായത് ഈ സ്റ്റാറ്റസൊക്കെ ഉള്ളവർ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി പറയുന്നതും, അല്ലെങ്കിൽ ജാതിയിൽ ഉയർന്നവരൊക്കെ ബാക്കി താഴ്ന്ന ജാതിയിലുള്ളവരെയൊക്കെ താഴ്ത്തി പറയുകയുമാണ് ചെയ്യുന്നത്. കൂടുതലും അവർക്ക് ഉള്ളിലേക്ക് ആ വംശീയബോധവും അല്ലെങ്കിൽ സാമ്പത്തികപരമായി എനിക്കുണ്ട് എന്നുള്ള ബോധവും അല്ലെ, അങ്ങനെയുള്ളൊരു മനോഭാവവും കൂടി വന്നു എന്നുള്ളതല്ലാതെ കുറഞ്ഞിട്ടില്ല എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ വില്ലുവണ്ടി എന്നുള്ള കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ട്രെയിൻ 4 മണിക്ക് തന്നെ സ്റ്റേഷനിലെത്തി. ഉമയ്ക്ക് ധൃതിയില്ലായിരുന്നു. ട്രെയിനിൽ പലരും 3 മണിക്ക് തന്നെ എഴുന്നേറ്റ് ലൈറ്റിട്ട് പല്ല് തേക്കാനും മുടി ചീകാനും ഒക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ മുതൽ ഉറക്കം നഷ്ടപ്പെട്ടതാണ് എന്നുള്ള ഈ ഒരു ഇൻട്രൊഡക്ഷൻ, ഈ ഒരു സ്റ്റാർട്ടിങ്ങിലൂടെയാണ് പോകുന്നത്. അതായത് താൻ വീട്ടിൽ നിന്നും ഗെറ്റ് ടുഗദറിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പം ആ ഒരു ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാവരും നേരത്തെ തന്നെ എണീക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവളുടെ ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് പറയാണ്. പിന്നീട് അവൾ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരു ഗസ്റ്റ് റൂം എടുക്കുന്നു.
ഗസ്റ്റ് റൂമല്ല, വെയിറ്റിംഗ് റൂം എടുക്കുന്നു. ആ വെയിറ്റിംഗ് റൂമിൻ്റെ അകത്ത് തന്നെ പല്ല് തേക്കുകയും കുളിക്കുകയൊക്കെ ചെയ്ത് അതിനുശേഷം ക്ഷീണവും കുറച്ച് ഉറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആ മുടി ചീകാനൊന്നും അവിടുന്ന് പറ്റില്ല എന്നുള്ളത് അവിടെയുള്ള ക്ലീൻ ചെയ്യാമെന്ന് ചേച്ചി പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇവിടുന്ന് ഇങ്ങനെ പറ്റില്ല എന്ന് നിങ്ങൾ പറയുന്നതിൻ്റെ റീസൺ എന്താണ്? അങ്ങനെ ഒരു ഉത്തരവുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബില്ല് എനിക്ക് അല്ലെങ്കിൽ കടലാസ് എനിക്ക് കാണിച്ചു തരണം എന്ന് പറയുന്നുണ്ട്. അതായത് പണ്ട് കാലത്ത് താൻ പഠിക്കുന്ന കാലത്ത് ഒരു സാധുവായിരുന്ന ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ എല്ലാത്തിനെയും ചോദ്യം ചെയ്യാനും എല്ലാ സാമൂഹിക അനീതികളോടും നേരിടാനും കഴിവുള്ളവളായിട്ട് മാറി വരുന്ന മനോഭാവമുള്ള ഒരു സ്ത്രീയായിട്ട് മാറുകയാണ് നമ്മുടെ ഉമ എന്ന് പറയുന്നത്. ഉമ ഈ ഒരു സർവകലാശാലയിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് വിളക്കുമാടം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടാണ് ഇവിടെ പിന്നീട് കാണിക്കുന്നത്. ഗെറ്റ് ടുഗദറിന് പോകുന്ന സമയത്ത് ഈ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പിന്നീട് വരുന്ന മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് ഉമയും അതേപോലെ തന്നെ ഇല്യാസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അജിത്ത് എന്ന് പറയുന്ന ഒരു കുട്ടി, പിന്നീട് പ്രധാന അധ്യാപകനായിരുന്ന വെങ്കിടി സാറ്, വെങ്കിടി എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. പിന്നെ കൃഷ്ണഗോപാൽ എന്നുള്ള ഒരു കഥാപാത്രവും ഇതിനകത്ത് പറയുന്നുണ്ട്. ആദ്യം തന്നെ നമ്മളെ ഗെറ്റ് ടുഗദറിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ എത്തിയിരിക്കുന്നത് ഉമ തന്നെയാണ്. അപ്പോഴാരും കാണാത്തത് കൊണ്ട് അവിടെ ഇരുന്ന് അവൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് ഉറങ്ങിപ്പോവാണ്. അതിനുശേഷം വെങ്കിടി സാറ് വരുന്നുണ്ട്. സാറ് വന്ന് ചോദിക്കുകയാണ്, നീ എന്താണ് ഇങ്ങനെ പണ്ട് ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നത് പോലെ തന്നെയുള്ള ആ ശീലം നിനക്ക് ഇപ്പോഴും മാറിയിട്ടില്ലേ എന്ന് സാറ് വന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു കോളേജിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും കോളേജിൽ അവിടെ പോയിരുന്നു. പരിപാടിയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോഴേക്കും ഇവരെല്ലാവരും കൂടി സംസാരിക്കുകയാണ്. ഉമ്മയും ബാക്കിയുള്ളവരും എല്ലാവരും തന്നെ സംസാരിക്കുമ്പോൾ അവൾ കേൾക്കുന്നത് കാറിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അത് പുതിയ പുതിയ മോഡൽ കാറുകൾ ഓരോ രാജ്യത്ത് ഇറങ്ങുന്നതും അത് അവർ വാങ്ങിയതും പിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന അലങ്കാരികമായിട്ടുള്ള ഓരോ കാറുകളുടെയും കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കൂടുതലൊന്നും ഇവക്കൊന്നും പറയാനും ഇല്ല. അവർ സമ്പന്നരാണ്, അവരുള്ളവർ മുഴുവനും 18 പേരുണ്ട്. അതിൽ അത്രയും സമ്പന്നരാണുള്ളത്. അങ്ങനെ അവളത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെങ്കിടി സാറ് ഒരു ഒഫീഷ്യലി സംസാരിക്കാൻ തുടങ്ങി പ്രോഗ്രാമിൽ. അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് സംസാരിക്കാൻ വരികയാണ്. അപ്പോൾ സാറ് ഈ അറ്റൻഡൻസ് രജിസ്റ്റർ നോക്കിയിട്ടാണ് വിളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഉമ്മ പറയുന്നുണ്ട്, അത് നമുക്കൊന്ന് മാറ്റി വിളിക്കാമല്ലോ, അതായത് അവസാനത്തിൽ നിന്നും ആദ്യത്തേതിലേക്ക് വിളിക്കാമല്ലോ എന്നുള്ള രീതിയിൽ. അതായത് അവിടെ ഇല്യാസ് ഉമ്മയും ഒക്കെ തന്നെ, ഇല്യാസ് എന്ന് പറയുന്നത് ഏറ്റവും പാവപ്പെട്ടവൻ, സാമ്പത്തികമായി പാവപ്പെട്ടവനായിരുന്നു. അങ്ങനെ ഉള്ള അവനും, അതായത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ആടിനെ വിറ്റിട്ടാണ് അവനിവിടെ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ ആഡാസ് എന്നാണ് അവനെ വിളിക്കുന്നത് കുറേ പേര്. അതേപോലെ തന്നെ ഷെപ്പേഡ് എന്നും അവനെ പേര് വിളിക്കുന്നുണ്ടായിരുന്നു കുറേ പേര്. അങ്ങനെ കളിയാക്കിയിട്ടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ജാതിയിൽ ഏറ്റവും ഉയർന്നവർ ആദ്യം 1, 2 എന്നുള്ള അറ്റൻഡൻസിൻ്റെ ഓർഡർ അടിസ്ഥാനത്തിലും ഏറ്റവും ജാതിയിൽ ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ഈ ഉമ്മയും അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഏറ്റവും താഴെ നിൽക്കുന്ന ഇല്യാസ് ഏറ്റവും അവസാനവും രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് ദിവസവും അറ്റൻഡൻസ് വിളിക്കാറുള്ളത്. അത് നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാമെന്ന് നമ്മുടെ ഉമ്മ പറയുന്നുണ്ട്. അത് ഞാൻ ഇവിടെ വായിച്ചു തരാം എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. വെങ്കിടി സാറിൻ്റെ പ്രസംഗം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഓരോരുത്തരായി പ്രസംഗിക്കാൻ ക്ഷണിക്കാൻ തുടങ്ങുകയാണ്. സാർ, പഴയ രജിസ്റ്റർ നോക്കി ആ ആൽഫബറ്റ് ക്രമത്തിൽ വിളിക്കാനായി വെങ്കിടി സാർ തയ്യാറെടുക്കുമ്പോഴേക്കും ഉമ്മ ചാടി എഴുന്നേറ്റു. അത് വേണ്ട സാർ, ആ ക്രമത്തിൽ വിളിച്ചാൽ ഞാൻ പതിവ് പോലെ അവസാനമാകും. നമുക്ക് പതിവ് വിട്ട് ഒന്ന് മാറിക്കൂടെ? അവസാനത്തെ പേരിൽ നിന്ന് താഴോട്ട്. എല്ലാവരും ഉറക്കെ ചിരിച്ചു. ഈ ചിരിച്ചവർ മുഴുവനും ആരാണ്? ഈ ഉയർന്നവരാണ്, അതായത് ഉയർന്ന ജാതിയിൽ നിൽക്കുന്നവരാണ്. അവളെ കളിയാക്കുന്ന പോലെയാണ് അപ്പോൾ ചിരിച്ചത്. പറ്റില്ല ഉമ്മ, നമുക്ക് ചട്ടങ്ങളൊന്നും ലംഘിക്കേണ്ട, പതിവിൻ പടി പോട്ടെ. ആദ്യം അഭയ് ശങ്കർ പണിക്കർ, ജപ്പാനിൽ സോഫ്റ്റ് ബാങ്ക് ഗ്രൂപ്പിൻ്റെ മേധാവികളൊരാൾ. അതായത് ഇതിൽ നിന്നും അങ്ങനെ വേണ്ട, ചട്ടങ്ങളൊന്നും ലംഘിക്കേണ്ട എന്നുള്ള വെങ്കിടി സാറിൻ്റെ പ്രധാനാധ്യാപകൻ്റെ ആ ഒരു വാക്കിൽ നമുക്ക് മനസ്സിലാവും ഈ വെങ്കിടി സാറിനും അത് തന്നെയാണ് താല്പര്യം. അതായത് ഉയർന്ന ജാതിക്കാരോടാണ്, അല്ലെങ്കിൽ ഉയർന്ന പദവിയിൽ നിൽക്കുന്നവരോടാണ്, അല്ലെങ്കിൽ ഉയർന്ന സാമ്പത്തികമുള്ളവരോടാണ് താല്പര്യമുള്ളത് എന്നുള്ള ഒരു കാര്യം തന്നെ. പക്ഷേ ഡയറക്റ്റ് കുട്ടികളോട് ക്ലാസ് എടുക്കുമ്പോഴും അല്ലാതെയും പറയുന്നില്ല സാറ്. പക്ഷേ
കുട്ടികളുടെ ഓരോരോ സംസാരത്തിനിടയ്ക്കൊക്കെ സാറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങൾക്കും. അത് ഉയർന്നവരെയും അതേപോലെ ജാതിയിൽ മുന്നിൽ നിൽക്കുന്നവരെയുമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഇല്യാസിനും ഉമയ്ക്കും അറിയാം സാറിനും ഇങ്ങനൊരു കൺസെപ്റ്റാണ് ഇഷ്ടം. അതായത് ജാതിയിൽ ഉയർന്നവനെ ഉയർത്തിക്കാട്ടുക, സാമ്പത്തികമായിട്ട് താഴ്ന്നവനെ താഴ്ത്തി കെട്ടിക്കൊണ്ട് തന്നെയാണ് സാറിൻ്റെ നിലപാടും എന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ ഓരോരുത്തരായിട്ട് കയറി വന്നു. അങ്ങനെ അവസാനം ഇങ്ങനെ ഓരോരുത്തർ സംസാരിച്ചതിൻ്റെ ഇടയിലാണ് ഇസ്മായിൽ ഹസൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അജിത്ത് അവൻ്റെ അടുത്തിരുന്ന കൃഷ്ണഗോപാലിൻ്റെ ശരീരത്തിലൂടെ ഊർന്ന് തറയിലേക്ക് വീഴുന്നത്. തറ നിറയെ രക്തം പടർന്നു. കുറച്ചു പേർ അജിത്തിൻ്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ അജിത്ത് എന്ന് പറയുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അവന് സുഖമില്ലാതെ അവൻ ചോര ഛർദ്ദിച്ച് നിലത്ത് വീഴാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ ഓടിയെത്തി. ബാക്കിയുള്ളവരാരും തന്നെ മൈൻഡ് ചെയ്തില്ല. അല്ലെങ്കിൽ കുറേ പേര് സംസാരത്തിലേക്ക് മുഴുകി, അല്ലെങ്കിൽ കുറേ പേര് ഫോണിലേക്കൊക്കെ മൈൻഡ് ചെയ്യാതെ നോക്കിയിരുന്നു. അപ്പോഴും നമ്മളെ ഉമ്മ മാത്രമേ ഇവനെ സപ്പോർട്ട് ചെയ്യാൻ അവൻ്റെ അടുത്ത് പോയിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴും ഈ ചടങ്ങിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ തൃപ്തി നമ്മുടെ വെങ്കടി സാറിൻ്റെ മുഖത്തുണ്ടായിരുന്നു. പിന്നെ ഈ അജിത്ത് എന്ന് പറയുന്ന US വെച്ച് തന്നെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനിരുന്നതാണ്. ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അത് ഡേറ്റ് മാറ്റി വെച്ചത്. അങ്ങനെയാണ് ഇവന് ഇങ്ങനെ ഒരു അസുഖം വന്നിട്ടുള്ളത്. ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട സമയത്ത് ഇവിടെ കൂട്ടുകാരൊക്കെ ഒത്ത് സന്തോഷിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറേ പൈസയൊക്കെ 4-5 ലക്ഷം രൂപ മുടക്കി നാട്ടിലേക്ക് വന്നിരുന്നത്. അപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. അത് കഴിഞ്ഞ് അവന് വയ്യാത്തവനായതുകൊണ്ട് തന്നെ കൃഷ്ണഗോപാലൊക്കെ പറയുകയാണ് ഇവൻ വെറും വേസ്റ്റാണ്, ഇവനെ ആർക്കും ഇനി വേണ്ട, അതുകൊണ്ട് ഞാനും ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഉമ്മ നമ്മളെ കൃഷ്ണഗോപാലിനോട് പറഞ്ഞായിരുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നീ വാ എന്ന് പറഞ്ഞപ്പം, നിൻ്റെ അടുത്ത സുഹൃത്തല്ലേ അജിത്ത് എന്നൊക്കെ ചോദിച്ചപ്പോൾ വരുന്നില്ല, ഇവൻ വെറും വേസ്റ്റാണ് എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് കാല് പിടിച്ചു വെച്ചു നമ്മുടെ ഉമ്മ. എന്തായാലും നീ വന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ അവൾ സംസാരിച്ചപ്പോൾ അവൻ വന്നു. അതായത് അവൻ്റെ കാറിലേക്ക് കയറുമ്പം അവൾ വിചാരിക്കുകയാണ് ഏതോ ഒരു ആഡംബര കപ്പലിലേക്ക് കയറുന്ന പോലെയാണ്. അതേപോലെ എന്തൊക്കെയോ സുഗന്ധങ്ങളും ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഈ കൃഷ്ണഗോപാൽ എന്തു പറയാണ്, ശല്യങ്ങൾ നീ കാരണമാണ് എനിക്കത് ചടങ്ങ് നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോരോ സമയത്തും പറയുന്നുണ്ട്. അതായത് ഇവൻ്റെ കുറേ സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് ഇന്നലെ രാത്രി ഞങ്ങൾ പാർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ തന്നതാണ്. ഇവൻ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇവൻ്റെ കാലിനും കല്ലിനും കൈയും ഒക്കെ തന്നെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, മറ്റൊരു അവകാശികളും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മ ചോദിക്കുന്നുണ്ട് ഇവൻ മരിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ കുത്തുവാക്കുകൾ കൊണ്ട് നിറയ്ക്കുകയാണ് ഇതിലൂടെയൊക്കെ തന്നെ. അതായത് അവർക്ക് ആ ചടങ്ങ്, സന്തോഷത്തിൻ്റെ സമയം, ചടങ്ങ് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ദുഃഖം അതാണ് പറയുന്നത്. അല്ലാതെ ഒരു മനുഷ്യന്മാരോടും ഒരു കരുണയോ നീതിയോ ഒരു സഹതാപമോ ഒന്നും ഇവർക്കില്ല. അതായത് ജാതിയിൽ ഉയർന്നവർക്കും അതേപോലെ സാമ്പത്തികമായിട്ടും എല്ലാം ഉള്ളവർക്കും പണക്കാർക്കും ഒരു സഹതാപമോ അലിവോ ഒന്നും മനുഷ്യന്മാരോടില്ല. എന്താണ് യഥാർത്ഥ സ്നേഹം എന്നുള്ളത് അറിയുന്നില്ല എന്നുള്ളതാണ് കഥയിൽ മുഴുവനായിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇല്യാസ് ആദ്യം ഇവരുടെ കുത്തുവാക്കുകളൊക്കെ കേട്ടതിന് ശേഷം പഠിത്തം നിർത്തി പോവുകയാണ് ചെയ്യുന്നത്. അവനെ ഈ ഉയർന്ന പണക്കാർ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ തന്നെ കുടിപ്പിച്ചിട്ട് അവൻ അവിടുന്ന് കോളേജിൽ നിന്ന് ബഹളം ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ട് ചെടികളൊക്കെ അടിച്ച് തകർക്കും. അങ്ങനെയാണ് അവന് കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പിന്നീട് അവൻ വന്നിട്ട് പിന്നെ അവൻ തന്നെ പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവൻ എവിടെ പോയി എന്നുള്ളത് കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഇവിടെ, അതുകൂടി നിങ്ങൾ അന്വേഷിക്കണമെന്ന് ഉമ ഇതിലൂടെ പറയുന്നുണ്ട്. അവൻ എവിടെ പോയി എന്നുള്ളത് നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. അങ്ങനെ ഇവനൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അജിത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ കുറേ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞു. അങ്ങനെ അവസാനം ഉമ്മ പറയുന്നുണ്ട് നീ ഞങ്ങളെ അവിടെ ആക്കി തന്നാൽ മതി, നീ പോയി എന്നിട്ട് തിരിച്ചു പോന്നോ, ഞാൻ അവിടെ തന്നെ നിന്നോളാം, അവൻ്റെ അടുത്ത് നിന്നോളാം എന്ന്. അങ്ങനെ ഏറ്റവും അവസാനത്തിൽ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ആശുപത്രി മുറ്റത്ത് വെച്ച് കൃഷ്ണഗോപാലിൻ്റെ കാർ തിരിച്ചെടുക്കുന്നതിനിടയിൽ മറ്റൊരു കാറിൽ ഉരസി. അതൊന്നും വകവയ്ക്കാതെ അയാൾ വന്ന വഴിയെ കുതിച്ചു പാഞ്ഞു. അതായത് ഇയാൾക്ക് എങ്ങനെയെങ്കിലും അവിടെ തന്നെ എത്തണം, അത് ആഘോഷിക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ ആഘോഷം കോളേജിലുള്ള ആഘോഷം കഴിഞ്ഞിട്ടാണ് അവരൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്. അത്രയും ഫെസിലിറ്റി ഉള്ള ഒരു ഹോട്ടലാണ് റൂം എടുത്തത്. അത് 17 പേരേ ഉള്ളൂ. 18ാമത്തെ ഈ ഉമ്മ ഇല്ല. കാരണം നിനക്ക്
ആ ഒരു അവിടുത്തെ പാക്കേജ് നിനക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നിന്നെ വിളിക്കാഞ്ഞതാണ് എന്ന് ഉമ്മയോട് പറയുകയാണ്. അതായത് അവിടെയുള്ള പണം, അത്രയും പണം നിനക്ക് തരാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഞങ്ങളാരും വിളിക്കാഞ്ഞത്. ബാക്കി ഞങ്ങൾ 17 പേരും അവിടെ ഉണ്ടെന്ന് കൃഷ്ണഗോപാൽ പറയുന്നുണ്ട്. അതോടുകൂടി അവർക്ക് പിന്നെയും ദേഷ്യം കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൃഷ്ണഗോപാലിനോട് പറഞ്ഞു, കൃഷ്ണഗോപാൽ നിൻ്റെ ഒരു ഫോണ് തരണം. ഫോണ് കിട്ടിയിട്ട് അതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, നീ ഇത് റെക്കോർഡ് ചെയ്തിട്ട് അവിടെ നമ്മുടെ ബാക്കിയുള്ള 17 പേരെയും വെങ്കടി സാറിനെയും കേൾപ്പിക്കണമെന്ന്. അതായത് അവളുടെ അപ്പോഴും അവരെ പുറത്താക്കുകയാണ്, അവരെ കൂട്ടത്തിൽ കൂട്ടാതെ നിൽക്കുകയാണ് എന്നുള്ളപ്പോൾ, പണ്ട് അവളൊന്നും സംസാരിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പം പഞ്ചായത്ത് മെമ്പറൊക്കെയാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് താൻ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുന്നത്. അത്രയും തൻ്റെ ഇടവും ധൈര്യവും ഒക്കെ ഉള്ളവളാണ്. അതുകൊണ്ട് ഈ ഒരു തൻ്റെ സുഹൃത്തുക്കളോടും അതേപോലെ തന്നെ അധ്യാപകനോടും തന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഫോണ് ചോദിക്കുകയാണ് കൃഷ്ണഗോപാലിനോട്. എന്നിട്ട് നീ ഇത് സദസ്സിൽ കേൾപ്പിക്കണം. അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: നീ എനിക്കൊരു ഉപകാരം ചെയ്യാമോ? എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് നമ്മുടെ സദസ്സിനെ ഒന്ന് കേൾപ്പിക്കാമോ? കൃഷ്ണഗോപാൽ ആവേശത്തോടെ, നന്ദിയോടെ, അനുസരണയോടെ കേട്ടു. ഡ്രൈവിങ്ങിനിടയിൽ തന്നെ മൊബൈൽ ഫോൺ സ്നേഹം തുളുമ്പുന്ന ഇടം കൈയിലെടുത്ത് ഉമ്മയുടെ വാക്കു പിടിച്ചെടുക്കാൻ പാകത്തിലാക്കി നീട്ടി ഉമ്മ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണേ, ഒന്ന് ശ്രദ്ധിക്കണേ. നിങ്ങളൊക്കെ എന്തൊരു മനുഷ്യന്മാരാണെടോ, വെങ്കിടി സാർ ഉൾപ്പെടെ. നിങ്ങളൊക്കെ എന്നേ മരിച്ചു കഴിഞ്ഞിരുന്നു. സ്നേഹവും സന്തോഷവും സന്മനസ്സുമാണ് ജീവിതത്തിൻ്റെ മാനദണ്ഡമെങ്കിൽ നിങ്ങളൊക്കെ എത്ര ഭീകരമാരായ പരാജയമാണ്. അജിത്തും വളരെ പണ്ടേ മരിച്ചതാണ്. ഇന്ന് ആ ജഡത്തിൽ നിന്ന് ചോര ചിതറി എന്നു മാത്രം. വെങ്കടി സാറ് പറഞ്ഞല്ലോ എനിക്ക് ഒരു മാറ്റവുമില്ലെന്നും, പഴയ ഉറക്കം തൂങ്ങി തന്നെയാണെന്നും. അതെ സാർ, നത്തിങ് ഹാസ് ചേഞ്ച്ഡ്. ഇല്യാസ് എന്നൊരാളെ ഓർക്കുന്നുണ്ടോ? 1.5 വർഷം നിങ്ങൾക്കിടയിൽ മണ്ടനെ പോലെ ജീവിച്ച ആ അതിബുദ്ധിമാനെ ഒരടി പോലും മുന്നോട്ട് വയ്ക്കാനാവാത്ത വിധം ജീവിതം അടുക്കുമ്പോൾ നിങ്ങളെല്ലാം അയാളെ അന്വേഷിച്ചു കണ്ടെത്തണം. ഒരു വലിയ ഉത്തരം കിട്ടും നിങ്ങൾക്കപ്പോൾ. കൃഷ്ണഗോപാൽ പല്ലിറുമുന്നത് കണ്ട് എന്നിട്ട് അരിശത്തോടെ ഫോൺ അയാളുടെ ഇടതുവശത്തെ സീറ്റിലേക്ക് എറിഞ്ഞു. ഇങ്ങനെയാണ്, അതായത് അയാൾ പറയുന്ന കേട്ട് ദേഷ്യം വന്നപ്പം ഇപ്പോൾ ആ ഫോൺ അങ്ങോട്ട് തന്നെ എറിഞ്ഞു കൊടുത്തു, ഇടതുവശത്തെ സീറ്റിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ അദ്ദേഹം അവിടെ അവരെ ആക്കിയിട്ട് തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഉമ്മയ്ക്ക് ഒറ്റയ്ക്കായെന്ന് തോന്നിയതേയില്ല. ഒറ്റയ്ക്കാണെന്ന് ഉമ്മയ്ക്ക് തോന്നിയില്ല എന്നാണ് പറയുന്നത്. അതായത് അജിത്തിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നപ്പം കൃഷ്ണഗോപാൽ പോയി കഴിഞ്ഞപ്പം താനുണ്ട്, തനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും, തൻ്റെ കൂടെ അജിത്തും ഉണ്ട്, ബാക്കി എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് അവൾക്കുണ്ട്. പക്ഷേ പഠിക്കുന്ന സമയത്ത് അവർ ഉയർന്ന ജാതിയിലുള്ളവരും അല്ലെങ്കിൽ പണക്കാരും ഓരോന്ന് പറയുമ്പോഴും ആക്ഷേപിക്കുമ്പോഴും അവളൊന്നും മിണ്ടാതെ ഇരിക്കുകയായിരുന്നു പേടിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ ആരോട് വേണമെങ്കിലും എന്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ അവൾ തയ്യാറാണ്. എൻ്റെ മുത്തച്ഛനും മുതുമുത്തച്ഛന്മാരും ഒന്നും ആരോടും ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ ഞാനിപ്പോൾ എല്ലാത്തിനോടും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അതിന് ഞാൻ തയ്യാറാണ് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അതായത് സമൂഹത്തിൽ ആ ഒരു മാറ്റം, തനിക്ക് കോൺഫിഡൻസ് വന്നു എന്നുള്ളത് തൻ്റെ മകനോട് പറയുന്നുണ്ട്. അന്ന് എനിക്ക് അവരോടൊന്നും പറയാൻ ഇംഗ്ലീഷൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ മകൻ പറയുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടല്ല, അമ്മയ്ക്ക് കോൺഫിഡൻസ് ആണ് ഇല്ലാതിരുന്നത്. ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അമ്മ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമായിരുന്നു. അമ്മയ്ക്ക് കോൺഫിഡൻസ് ഇപ്പോൾ ഉണ്ട്, അതുകൊണ്ട് അമ്മ സംസാരിക്കുന്നുണ്ട്. കോൺഫിഡൻസ് ആണ് എല്ലാത്തിനും വേണ്ടത്, അല്ലാതെ പണമോ അല്ലെങ്കിൽ ജാതിയോ ഒന്നുമല്ല. അങ്ങനെയുള്ളൊരു വേർതിരിവും പാടില്ല എന്നുള്ളത് നമ്മൾ വേണം കുട്ടികളെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, നമ്മുടെ കുട്ടികളെ പറഞ്ഞു കൊടുക്കാൻ. ഒരു രീതിയിലും അവരെ വേർതിരിച്ച് കാണാൻ പാടില്ല. നമ്മളെ മുന്നിലിരിക്കുന്ന കുട്ടികൾ എല്ലാവരും തുല്യരാണ്. അല്ലാതെ പൈസയുടെ പേരിലോ കളറിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒന്നും തന്നെ അവരെ മാറ്റി നിർത്തപ്പെടാൻ പാടില്ല. അതേതൊരു അധ്യാപകരും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അധ്യാപകർ മാത്രമല്ല, നമ്മളെ കൂടെ ഇരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം അല്ലേ. നല്ല കാര്യങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ചീത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്യരുത് എന്ന് പറയുക. അവർ താല്പര്യമുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കും നമ്മളോട്, അല്ലെങ്കിൽ അത് ആ വഴിയെ തന്നെ പോവട്ടെ അല്ലേ, അങ്ങനെയല്ലേ. അതിൽ ഇപ്പോൾ പറയുന്നത് ഞാൻ, അതായത് ഒരു തരത്തിലുള്ള വേർതിരിവും പാടില്ല. ഈ 2 വേർതിരിവിനെ കുറിച്ചാണ് വില്ലുവണ്ടി എന്നുള്ള ഈ കഥയിൽ രേഖയൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. താങ്ക്
ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ പറയാം. ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.